ഹലോ ഫ്രാൻസ്. അപ്പോൾ നമ്മൾ ഏറെ കാലം കാത്തിരുന്ന ലാലേട്ടൻ്റെ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലെ ദൃശ്യം 3 ഇന്ന് റിലീസായി മെയ് 21. അപ്പോൾ പോയി കണ്ടു. നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ലെവല് സിനിമ ഈ ടൈപ്പ് സിനിമയെ നമ്മൾ ആദ്യമായി നമ്മൾ മനസ്സിൽ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊരു ത്രില്ലർ ബേസ് അല്ല. അതാണ് ഒന്നാമത്. ത്രില്ലർ ആണോ ചോദിച്ചാൽ ത്രില്ലറാണ്, ത്രില്ലിങ് മൂവിയൊക്കെ തന്നെയാണ്. എങ്കിൽ കൂടി നമ്മൾ ഒരു ഓവർ എക്സ്പെക്ടേഷനും ഓവർ ചിന്തകളായിട്ട് നമ്മൾ ഇതിനെ സമീപിക്കരുത് എന്ന് എനിക്ക് പറയാറ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ലെവലിലാണ് പോയത്. നമ്മൾ ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3. അപ്പോൾ നമ്മൾ ഈ രണ്ടും ദൃശ്യം 1ഉം 2ഉം കണ്ടിട്ട് നമ്മൾ ആ ഒരു ലെവലിൽ വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ. അപ്പോൾ നമ്മൾ അതിനെയും വേട്ടേക്ക് വെല്ലുന്ന വേറെ ലെവൽ മൂവി എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിരാശ ഉണ്ടാവും. കാരണം നമുക്ക് തുടക്കം മുതലേ നമുക്ക് ത്രില്ലറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം, ഒന്നും കഴിയില്ല. ആദ്യം ഇതിനൊരു കഥയിലേക്ക് എത്താൻ വേണ്ടി ഒരു ബേസ് ഇടണമല്ലോ, അതിന് കുറച്ച് സമയം എടുക്കും. ഒരു ഇന്റർവെൽ സമയം വരെ അതിന് ഒരു ലാഗിൽ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ലാഗ് അടിക്കുന്നുണ്ട്, പക്ഷെ കഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ലാഗിങ് ആണ്. അപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ഹാഫിന് ശേഷം, പകുതി ഇന്റർവെല്ലിന് ശേഷം പടം കയറി കൊത്തുന്നുണ്ട്. പടം വേറെ ലെവലിലേക്ക് പോകുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ. നമ്മൾ ചിന്തിക്കുന്നേക്കാട്ടി മാറി മറിഞ്ഞ് കളിക്കും. നമുക്ക് ഒരു പിടുത്തവും തരില്ല സിനിമ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ സിനിമ തന്നെയാണ്. ക്ലൈമാക്സ് ഒന്നും രക്ഷയില്ല. ആർക്കും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. കുറെ ആള് ഞാൻ ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ പറഞ്ഞ് പറ്റാപത്തവും ലാഗ് അടിപ്പിക്കുന്നു, തട്ടിക്കൂട്ടുക, അങ്ങനൊന്നല്ല. നമ്മൾ ഈ കഥയിലേക്ക് ഇറങ്ങി ചെല്ലണം. കഥയ്ക്കൊരു ബേസ് വേണമല്ലോ മെയിൻ ആയിട്ട്. അത് ഇടാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് സമയം എടുക്കും. തുടക്കം മുതലേ ഇങ്ങനെ നമ്മളെ എന്താ പറയാ രോമാഞ്ചത്തിൽ മുഴുവൻ നിർത്തിയിട്ട് പോകാൻ കഴിയുന്നില്ല സിനിമ. അതിന് ഓളത്തിൽ ഇങ്ങനെ ബേസ് കൊണ്ടുവന്ന് ആ ലെവലിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. എന്റെ കാഴ്ചപ്പാട് ഇതാണ്.